അലർജി ഉള്ളവർക്കും കഫത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർക്കും തൈര് കഴിക്കാമോ? തൈര് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോബയോട്ടിക് ആണ്. തൈര് കഴിക്കുന്നതിലൂടെ നമ്മളെ കുടലിലുള്ള ബാക്ടീരിയകളുടെ എണ്ണം നമുക്ക് നന്നായിട്ട് കൂട്ടാൻ സാധിക്കും. അങ്ങനെ നമ്മൾ തൈര് നന്നായിട്ട് കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയ നന്നായിട്ട് കൂടുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിലാവുകയും അത് നമുക്ക് അലർജി കുറയ്ക്കാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ തൈര് കൂടുതലായിട്ട് കഫം ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം അത് ഫെർമെന്റഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഫെർമെന്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും കൂടുതലായിട്ട് കഫം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാറുമുണ്ട്. അപ്പൊ നമുക്ക് തൈര് കഴിക്കുകയും വേണം, എന്നാൽ അതിന്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും വേണം. നമുക്ക് എങ്ങനെയാണ് അലർജിയും അതുപോലെ തന്നെ കഫത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് തൈര് കഴിക്കേണ്ടത് നോക്കാം. തൈര് കഴിക്കുമ്പോൾ ഒരു കാരണവശാലും തൈര് രാത്രി കഴിക്കാതിരിക്കാൻ നോക്കുക. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് ഒഴിവാക്കുക. തൈര് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം റൂം ടെമ്പറേച്ചർ വെച്ച് തണുപ്പ് പോയതിനു ശേഷം കഴിക്കുക. അതുപോലെ തന്നെ അതിൽ ചെറിയ രീതിയിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ നിങ്ങൾ പെരിഞ്ചീരകം അതുമല്ലെങ്കിൽ ചെറിയ രീതിയിൽ ജിഞ്ചർ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതിലൂടെ ഈ കഫത്തിന്റെ അല്ലെങ്കിൽ അലർജിയുടെ ബുദ്ധിമുട്ട് കൂട്ടുന്നത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇത് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ബോഡിക്ക് കഫം കൂടുകയും നമുക്ക് കൂടുതലായിട്ട് മൂക്കടപ്പ് അലർജി ഒക്കെ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഫിഷിന്റെ കൂടെയും ഫ്രൂട്ട്സിന്റെ കൂടെയൊക്കെ ഇത് കഴിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. ഫ്ലേവേർഡ് ആയിട്ടുള്ള തൈര് ഉപയോഗിക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് ഹെൽത്തി ആവാൻ സഹായിക്കുന്നതാണ് തൈര്. പക്ഷേ അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അലർജി ഉള്ള ആളുകളിലും അതുപോലെ തന്നെ കഫം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആളുകളിലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക.